വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യൂഹാ. അല്ലാഹു നൽകുന്ന ദിവ്യബോധനമല്ലാതെ നബി തങ്ങൾ സംസാരിക്കുകയില്ലെന്ന് പരിശുദ്ധ ഖുർആൻ ഹബീബിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. നബി തങ്ങൾ പറയുന്നത് സത്യമായിരിക്കും, ഹബീബ് കളവ് പറയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹബീബായ തങ്ങളുടെ മുമ്പിലേക്ക് കിസ്റ ഭരണാധികാരി രണ്ടാളുകളെ പറഞ്ഞയച്ചു നബിയുടെ കൈയും കാലും പിടിച്ചു കെട്ടിക്കൊണ്ടുവരാൻ. കിസ്റ ഭരണാധികാരി കിസ്റ ഇബ്നു ഹുർമുസ്, കിസ്റയുടെ സാമ്രാജ്യം ഇസ്ലാമിന്റെ തീരത്തേക്ക് വരുമെന്ന് നിബിധങ്ങൾ പറഞ്ഞത് ഹിജ്റ പോകുന്ന സന്ദർഭത്തിലാണ്. മഹാനായ സുറാഖത്ത് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ഭയങ്കര സംഭവമല്ലേ, എത്രയും വലിയ കഷ്ടപ്പാടിലും അള്ളാഹുവിന്റെ പ്രതീക്ഷയിൽ അള്ളാഹുവിന്റെ റഹ്മത്തിൽ ആശയുണ്ടാവുക എന്ന വലിയൊരു പാഠം ഹിജ്റ പോകുന്ന നേരത്താണ് നിബിധങ്ങൾ പഠിപ്പിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിബിധങ്ങളുടെ പിന്നാലെ ഹബീബിനെ വധിക്കാൻ വന്നു സുറാഖത്ത് ഇബ്നു മാലിക്. 100 ഒട്ടകമെന്നാ പറഞ്ഞത്. നബിയുടെ തല കൊണ്ടുവരുന്നവർക്ക് 100 ഒട്ടകം ഇനാം പ്രഖ്യാപിച്ചപ്പോ നിബിധങ്ങളുടെ പിന്നാലെ പോയി ഹബീബിനെയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും കണ്ടപ്പോ അവരുടെ നേർക്ക് വാളോങ്ങിയ ആളായിരുന്ന സുറാഖ റളിയല്ലാഹു അൻഹുവാണ്. പിന്നീട് വാളോങ്ങിയപ്പോഴേക്കും കുതിരയുടെ കാലുകൾ മണ്ണിലേക്ക് താഴുകയായി. നിബിധങ്ങൾ ദുആ ചെയ്തതാണ്. എന്താ സുറാഖ പറഞ്ഞെന്നറിയോ? അലിംതു അന്നകുമാ ദഅഉതുമാ അലയ്യ ഫദ്ഉല്ലാഹ ലി ഫദ്ഉവല്ലാഹ ലീ. നബിയെ, സിദ്ദീഖ് എന്നവരെ, നിങ്ങൾ രണ്ടുപേരും എനിക്കെതിരായി പ്രാർത്ഥിച്ചു എന്നെനിക്ക് തോന്നുന്നു, അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും എനിക്ക് അനുകൂലമായൊന്ന് പ്രാർത്ഥിക്കുമോ എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖിനോട് സിദ്ദീഖ് എന്നവരോട് ഈ സുറാഖ എന്ന മുശ്രിക്കായ മനുഷ്യൻ തങ്ങൾ ദുആ ചെയ്തു കൊടുത്തു. സുറാഖ പോരെന്ന് പറഞ്ഞു. പുറത്തേക്ക് വരിക, ഭൂമിയുടെ പുറത്തേക്ക്. രണ്ടാമത് ഒരറ്റംപ്റ്റ് കൂടെ മുത്തുനബിയെ വധിക്കാൻ ഒരറ്റംപ്റ്റ് കൂടെ ചെയ്യാൻ പോകുന്നു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരെ രണ്ടാമതും വാളോങ്ങിയപ്പോൾ സുറാഖയുടെ കുതിരയുടെ കുളമ്പുകൾ ഭൂമിയിലേക്ക് താണുപോയില്ലേ? അപ്പോഴും നിലവിളിച്ചു, അപ്പോഴും മാപ്പ് കൊടുത്ത നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മാക്കും വാപ്പാക്കും പോലും ഇങ്ങനെ മാപ്പ് കൊടുക്കാൻ കഴിയില്ല എന്നാ. മക്കൾ ഒരിക്കൽ തെറ്റ് ചെയ്തു, ഓക്കെ, രണ്ടാമത് തെറ്റ് ചെയ്തു, മൂന്നാമത് ഞോന്റെ കുട്ടി തന്നെയല്ല എന്ന് പറയും. അങ്ങനെയാണ്. അതുകൊണ്ടാണ് നബി തങ്ങളെ എന്റെ പിതാക്കളെക്കാളും നബിയെ അങ്ങനെക്ക് മുമ്പിലാ നബിയെ. അൻത ഉമ്മുൻ അം അബുൻ മാ റഅയ്നാ ഫീഹിമാ مثل حسنك قط يا سيدي خير النبي الصلاة والسلام على الرسول الشفيع الأبتحي والحبيب العربي الصلاة على النبي كل وقت دائما لاح نجم في السماء سيدي خير النبي الصلاة والسلام على الرسول شفيع الأبتحي والحبيب العربي. നബിയെ, ഒരു ഉമ്മാക്കും ഉപ്പയാവാൻ കഴിയാറില്ല, ഒരു ഉപ്പാക്കും ഉമ്മയാവാനും കഴിയില്ല. ഉമ്മാക്ക് പകരം ഉമ്മ തന്നെ, ഉപ്പാക്ക് പകരം ഉപ്പ തന്നെ. എന്നാൽ അങ്ങ് ഞങ്ങൾക്ക് ഉപ്പയുമാണ് നബിയെ, അങ്ങ് ഞങ്ങൾക്ക് ഉമ്മയുമാണ്, എല്ലാമാണ് നബിയെ. അങ്ങ് ഒരു ഉപ്പയിലും ഒരു ഉമ്മയിലും കാണാത്ത എത്രയോ വലിയ വാത്സല്യം അങ്ങയിൽ ഞങ്ങൾ കണ്ടുവല്ലോ നബിയെ. അപ്പോഴാ നമ്മൾ ആ പാട്ട് പാടുന്നത്. അസ്സലാത്തു അലൻ നബി, ഞങ്ങളുടെ നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലല്ലാഹ്. വസ്സലാമു അലർ റസൂൽ, ഞങ്ങളുടെ റസൂലിന് സലാം കൊടുക്കല്ലാഹ്. അശ്ശഫീഇൽ അബ്തഹി, മദീനയിൽ ജീവിച്ച നബിയാണത്. വൽ ഹബീബിൽ അറബി, അറബിയായ നബിയായിരുന്നു അത്. ആ നബിയോട് നിന്റെ സ്വലാത്തും സലാമും കൊടുക്കണേ അല്ലാഹ്. അതാ നമ്മൾ മൗലിദിന്റെ കിതാബിൽ ഇങ്ങനെ ഓതുന്നത്. الصلاة على النبي والسلام على الرسول الشفيع الأبتحي والحبيب العربي. സുറാഖ, ഭൂമിയുടെ പുറത്തേക്ക് വന്നോളൂ സുറാഖ.
മൂന്നാമത്തെ തവണയും മാപ്പ് കൊടുത്തപ്പോഴാണ് സുറാഖ പറയുന്നത്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇത് നബിയാണ്, ഇത് സാധാരണ മനുഷ്യനല്ല, ഇത് അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരാളാണ്. ഇവർക്ക് അള്ളാഹു വിവരം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. മുസ്ലിമായി വന്നപ്പോ സുറാഖയോടാ നബി തങ്ങൾ പറയുന്നത്, സുറാഖ കൈഫ ബിക ഇദാ ലബിസ്ത സിവാറൈ കിസ്റ വ ഖൈസർ. കിസ്റയുടെയും റോമിന്റെ ഭരണാധികാരി കൈസറിന്റെയും ആഭരണങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് ചാർത്തപ്പെടുമ്പോൾ സുറാഖ എങ്ങനെയുണ്ടാകും? നബിയെ, ഹുർമുസിന്റെ മകൻ കിസ്റയുടെ കൊട്ടാരമോ? ഹുർമുസിന്റെ മകൻ കിസ്റബിൻ ഹുർമുസ്, അയാളുടെ ആഭരണങ്ങളോ നബിയെ? അതേ, കിസ്റബിൻ ഹുർമുസ് പേർഷ്യൻ ഭരണാധികാരിയുടെ വളകളും ആഭരണങ്ങളും ഇസ്ലാമിന് നൽകപ്പെടും. എപ്പോഴാ പറയണമെന്നറിയോ? രണ്ടു പേർ. ثاني اثنين إذ هما في الغار إذ يقول لصاحبه لا تحزن إن الله معنا. സങ്കടപ്പെടേണ്ട സിദ്ദീഖേ, രണ്ടാളുകളെ കുറിച്ച് എന്താണ് നിങ്ങൾ സങ്കടപ്പെടുന്നത്? ഇന്നല്ലാഹ മഅനാ, അല്ലാഹു നമ്മളോടൊപ്പമുണ്ടെങ്കിൽ സിദ്ദീഖേ എന്തിനാ നിങ്ങൾ പേടിക്കുന്നത്? മൂന്നാമനായി അല്ലാഹു നമ്മളോടൊപ്പമില്ലേ? അങ്ങനെ രണ്ടാളുകൾ മൂന്നാമനായി അല്ലാഹുവുമായി മദീനയിലേക്ക് യാത്ര പോകുമ്പോഴാണ് കിസ്റ സാമ്രാജ്യം ഇസ്ലാമിന് വഴിപ്പെടുമെന്ന് നബി തങ്ങൾ പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കിസ്റ ഭരണാധികാരി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കത്ത് ലഭിച്ചു കിസ്റയുടെ കയ്യിലേക്ക്. അസ്ലിം തസ്ലം, വളരെ ഷോർട്ട് ആൻഡ് സ്വീറ്റ്. നബി തങ്ങളുടെ എഴുത്തുകൾ അങ്ങനെയാണ്, സ്ട്രൈറ്റ് ടു ദ പോയിന്റ്. അസ്ലിം തസ്ലം, കിസ്റ മുസ്ലിമാവുക, നിങ്ങൾ രക്ഷപ്പെടും. അത്രേ നബി തങ്ങൾ പറയുള്ളൂ. അസ്ലിം തസ്ലം, അസ്ലിം യുഅ്തികല്ലാഹുൽ അജ്റ മർറതൈൻ. നിങ്ങൾക്ക് 2 പ്രതിഫലമുണ്ടാകും, മുസ്ലിമായിക്കോളൂ എന്ന് പറഞ്ഞു. കിസ്റയോട് മുസ്ലിമാവാൻ പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, എന്റെ അടിമയായി എന്റെ മുമ്പിലേക്ക് വരേണ്ട ഒരാൾ, അറേബ്യയിലെ ഒരാൾ പേർഷ്യയുടെ ഭരണാധികാരിയായി എന്നെ ക്ഷണിക്കുകയോ, ആരാ എന്നെ ക്ഷണിക്കാൻ എന്നൊരു അഹങ്കാരം തോന്നുകയും വമസ്സഖ കിതാബ, നബി തങ്ങളുടെ കിതാബ് പറിച്ചു ചീന്തുകയും ചെയ്തു. അപ്പോഴേക്ക് നബി തങ്ങൾക്ക് വിവരം കിട്ടി. മസ്സഖല്ലാഹു മുൽക്കഹു, മസ്സഖല്ലാഹു മുൽക്കഹു, അവന്റെ അധികാരം അല്ലാഹു പിച്ചു ചീന്തിയിരിക്കുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സാറ്റലൈറ്റ് ടെലികമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്, തത്സമയ പ്രക്ഷേപണം ഉണ്ടെന്നല്ലേ? സ്പോട്ടിൽ നിന്ന് ഇതാ ഇവിടെ ഏറെ നടന്നുകൊണ്ടിരിക്കുന്നു അല്ലേ? അപ്പോഴേക്കപ്പോഴേ ലൈവ് ക്യാമറാമാൻമാർ, ലൈവ് ടെലികാസ്റ്റിംഗ്, തത്സമയ പ്രക്ഷേപണം അവിടെ നടക്കുന്ന ഇപ്പോഴേ കാണാൻ. പേർഷ്യയിൽ നടന്ന പേർഷ്യയുടെ കൊട്ടാരമുറ്റത്ത് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു കൊടുത്ത ആ കത്ത് കിസ്റപ്പിച്ച് ചീന്തിയപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, മസ്സഖല്ലാഹു മുൽക, കിസ്റയുടെ അധികാരം അല്ലാഹു പിച്ചു ചീന്തിയിരിക്കുന്നു എന്ന്. ആ കിസ്റയാണ് നബി തങ്ങളെ പിടിക്കാൻ 2 ആളെ പറഞ്ഞയച്ചു യമനിൽ നിന്ന്. യമനിൽ അദ്ദേഹത്തിന്റെ ഒരു ഗവർണറുണ്ട്, ബാദാൻ എന്ന് പറയുന്ന ആൾ. പിന്നീട് സ്വഹാബിയായിട്ടുണ്ട്, റളിയല്ലാഹു അൻഹു, മുസ്ലിമായിട്ടുണ്ട്. ബാദാനിന് കത്തെഴുതി 2 ആളുകൾ അയച്ച്, കാരണം യമൻ അടുത്താണ് മദീനയിലേക്ക്. യമനിൽ നിന്ന് 2 ആളുകളെ പറഞ്ഞയച്ച പ്രവാചകന്റെ കൈയും കാലും പിടിച്ചു കെട്ടി എന്റെ മുമ്പിലേക്ക് കൊണ്ടുവരണം. 2 പേരും മദീനയിലേക്ക് വന്നപ്പോ മീശ നീട്ടി വളർത്തുകയും താടി പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ചോദിച്ചു, മൻ അമറകുമാ ബിഹാദാ, ആരാ നിങ്ങളോട് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞത്? മീശ ഒരുപാട് നീട്ടുകയും താടി പറ്റേ ഷേവ് ചെയ്യുകയും ചെയ്തപ്പോ അവര് പറഞ്ഞു, അമറനാ ബിഹാദാ റബ്ബുനാ, ഞങ്ങളുടെ റബ്ബാണ് ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞത്. ആരായി റബ്ബ് എന്നറിയോ? കിസ്റ ഭരണാധികാരിയെ പറ്റി റബ്ബ് എന്ന് പറഞ്ഞു. തങ്ങൾ പറഞ്ഞു, അമറനി റബ്ബി ബിഖസ്ഫി ശാരിബി വഇഫാഇൽ ലഹിയ, എന്റെ റബ്ബനോട് പറഞ്ഞത് മീശ വെട്ടാനും താടി നീട്ടി വളർത്താനുമാണ്. അവരെ കേട്ടു. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പിന്നെ നിങ്ങൾ എന്റെ മുമ്പിലേക്ക് വന്ന ലക്ഷ്യം എനിക്കറിയാം. മിന്ന ദീനി,
വസുൽത്താനി സയബ്ലുഗു മാ ബലഗ മുൽക കിസ്റ. കിസ്റയുടെ രാജാധികാരം എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം ഈ ദീൻ പ്രചരിക്കാൻ പോവുകയാണ്. വയൻതഹി ഇലാ മുൻതഹൽ ഖുഫ് വൽ ഹാഫിർ. കുളമ്പുകൾ അവസാനിക്കുന്നിടത്തേക്ക്, ഈ പ്രപഞ്ചത്തിന്റെ അറ്റത്തേക്ക് ഇസ്ലാം വ്യാപിക്കുക തന്നെ ചെയ്യും. ഇസ്ലാം കി ഫിത്റത്ത് മേ ഖുദ്റത്ത് ने लचक दी है. इस्लाम की फितरत में कुदरत ने लचक दी है. ये उतना ही उभरेगा जितना के दबाओगे. इस्लाम की फितरत में कुदरत ने लचक दी है. ഇസ്ലാമിന്റെ സൃഷ്ടിപ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുതരം ഫ്ലെക്സിബിലിറ്റി വെച്ചിട്ടുണ്ടെന്നാണ്. എങ്ങനെ? എത്രത്തോളം അതിനടിച്ചമർത്തുന്നുവോ അത്രത്തോളം ഇത് പൊന്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഇസ്ലാമിന്റെ പ്രത്യേകത അതാണ്. ലോകത്ത് വേൾഡ് ട്രേഡ് സെന്റർ തകർന്നപ്പോ അത് മുസ്ലിമീങ്ങൾ ചെയ്തു എന്ന് നമ്മൾ ആരും അവകാശപ്പെടുന്നില്ല. ചെയ്യാൻ പാടില്ലാത്തതായിരുന്നതെന്ന് നമ്മൾ ഇപ്പോഴും വി കണ്ടം ദാറ്റ് ഹീനസ് ആക്ട്സ്. പക്ഷേ അത് ഇസ്ലാമിന്റെ പേരിൽ കെട്ടിവെക്കപ്പെട്ട ഒരു സംഭവമാണ്. എന്താ സംഭവിച്ചത്? 10,000-കണക്കിന് ആളുകളാ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. 10,000-കണക്കിന്. കയ്യും കണക്കില്ലാതെ വന്നു. ഒരൊറ്റ സംഭവത്തിൽ ഒരു ബിൽഡിംഗ്, 2 ബിൽഡിങ്ങേ പോയിട്ടുള്ളൂ. 1000 ആളുകളുടെ കൽബിലേക്ക് ഇസ്ലാം കടന്നു കയറുകയാണ്. നമുക്ക് ലിബിയയും ഇറാഖും ഫലസ്തീനും ഈജിപ്തും സിറിയയും എല്ലാം നമുക്ക് നഷ്ടമായിട്ടുണ്ട്. ശരിയാണ്, യമൻ നഷ്ടമാണ്. പക്ഷേ ഗർബിൽ, പാശ്ചാത്യ നാടുകളിൽ ഇതിനൊക്കെ പകരം ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇസ്ലാമിന്റെ പ്രത്യേകതയാണ്. ജഹാ മേ അഹ്ലെ ഈമാൻ सूरते खुर्शीद जीते हैं. इधर डूबे उधर निकले, उधर डूबे इधर निकले. ലോകത്ത് മുസൽമാന്മാർ സൂറത്തെ ഖുർഷീദ് ജീത്തെ ഹേ, സൂര്യനെ പോലെയാ ജീവിക്കുന്നത് മുസ്ലിമീങ്ങൾ ഒക്കെ പറയുമ്പോൾ നമ്മൾ ആലോചിക്കണേ, അമുസ്ലിമീങ്ങളായ ആളുകൾ അവരുടെ കൽബിലുള്ള ആ ഒരു ഈമാനൊക്കെ നമ്മുടെ കൽബിലൊക്കെ ഉണ്ടോന്ന്. ഭയങ്കര വിഷയമാണത്. നമുക്കൊക്കെ തോന്നും നമ്മളൊക്കെ ഭയങ്കര മുസ്ലിങ്ങളാണ്. പക്ഷെ നമുക്കതിന്റെ ടേസ്റ്റ് കിട്ടിയിട്ടുണ്ടോന്ന് അല്ലാഹു അലം. ഈമാൻ, ഈമാനിന്റെ ഒക്കെ ഒരു മധുരമുണ്ട്. ഇതൊക്കെ പൊതു മുസ്ലിമീങ്ങളുടെ കൽബിലുള്ള ആ ഒരു ഈമാൻ ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കര സംഭവമല്ലേ. 2 ചെറുപ്പക്കാർ മുസ്ലിമീങ്ങളായിട്ട് അവര് പറയാ, മുസ്ലിമായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു ധൈര്യം വരുന്നുണ്ട്. ഷഹാദത്ത് കലിമ ചൊല്ലിയപ്പോൾ ഒരു ധൈര്യം വന്നിട്ടുണ്ട്. അവരുടെ ജ്യേഷ്ഠ അനുജന്മാർ സജീവമായ ഹൈന്ദവ വർഗീയ കക്ഷികളുടെ കൂടെ നിൽക്കുന്ന ആളുകളാണ്. ആ വീട്ടിൽ കലിമ ചൊല്ലി 2 ചെറുപ്പക്കാർ മനോഹരമായി താടിയൊക്കെ വെച്ച് കണ്ടു ഞാൻ അവരെ. നമ്മുടെ വടക്കൻ ജില്ലകളിലാണ്. അവർ പറയാ, ഒരു ധൈര്യമുണ്ട് മനസ്സിലേക്കൊരു ധൈര്യം വന്നിട്ടുണ്ട്. എന്താ കാരണം എന്നാണ് മുസ്ലിം ആവാൻ കാരണം പറഞ്ഞതേ. ഒരാൾ പറഞ്ഞ കാരണം വലിയ അത്ഭുതമാണ്. അദ്ദേഹം സലാലയില ഉണ്ടായത്, ഇപ്പോൾ നാട്ടിലെത്തിയെന്ന് തോന്നുന്നു. അദ്ദേഹം തെക്കൻ ജില്ലയിലാണ്. അദ്ദേഹം മുസ്ലിം ആവാനുണ്ടായ കാരണം പറഞ്ഞത്, മുസ്ലിമീങ്ങൾ ജുമുഅ കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോ മുഖത്ത് എന്തോ ഒരു വെളിച്ചം ഞാൻ കണ്ടു. സിനിമാ തിയേറ്ററിൽ നിന്ന് മനുഷ്യന്മാർ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അവരുടെ മുഖത്തൊക്കെ ഇരുട്ടാണ്. 2-2.5 മണിക്കൂറോ 3 മണിക്കൂറോ ചിരിച്ച് പാട്ടും തമാശയും കോമഡിയും കേട്ട് ഇറങ്ങി സിനിമാ തിയേറ്ററിന്റെ ഹാളിൽ നിന്ന് പുറത്തു വരുമ്പോ മുഖത്ത് ഇരുട്ടാണ്. ജുമുഅ കഴിഞ്ഞ് ഇബാദത്ത് കഴിഞ്ഞ് വരുന്ന സത്യവിശ്വാസികളുടെ മുഖത്തൊരു വെളിച്ചം കണ്ടപ്പോ എനിക്ക് തോന്നി ഇവരുടെ കൂടെ സത്യമുണ്ടെന്ന്. ഞാൻ അങ്ങനെ മുസ്ലിമായ ആളാണ്. അങ്ങനെ അദ്ദേഹം ഒരുപാട് ആളുകൾക്ക് ഇസ്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. നമുക്കൊന്നും അത്ര ധൈര്യം വരില്ല. ഒരാൾ മുസ്ലിം ആവാന്ന് പറഞ്ഞാൽ തന്നെ പിന്നെ അടുത്ത മഹലിലേക്ക് പോയി നോക്കി, എനിക്ക് കലിമ തരാൻ പേടിയാണ്, ഇതാ നമ്മൾ പറയാം അല്ലേ. പള്ളിയിലേക്ക് ഒരാൾ വന്ന് ചോദിച്ചു വിചാരിക്കും, പിന്നാരെ ഉസ്താദെ എനിക്ക് മുസ്ലിം ആവണം, ഒന്ന് കലിമ ചൊല്ലി തരുവിനെ സ്വീകരിക്കോ. പിന്നാരെ ചെറുക്കാൻ വേറെ ഒരു സ്ഥലം കിട്ടിയില്ലേ, ഇനി ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ, ഇനി മറ്റൊരു കൊടിയേറ്റ് വരും, ഇവിടെ പ്രശ്നമാക്കും, അതുകൊണ്ട് ഈ പോയിക്കോ, ഇതൊന്നും നമുക്ക് നീ പൊന്നാനിക്ക് പോയിക്കോ, അല്ലെ കോഴിക്കോട്ടേക്ക് പോയിക്കോ, തർബീയത്തേക്ക് പോയിക്കോ, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാം. ഇരിക്കുമോനെ, അൽഹംദുലില്ലാ, അല്ലാഹു ഇപ്പോഴെങ്കിലും നിനക്ക് സന്മാർഗദർശനം തന്നില്ലേ, ചൊല്ലിക്കോ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അങ്ങനെ ഒരു ആർജവത്തിൽ പറഞ്ഞു കൊടുക്കാൻ നമ്മളിൽ എത്ര പേർക്ക് സാധിക്കാറുണ്ട്? ഒരു ചോദ്യമാണത്. നമുക്കിതിന്റെ വില മനസ്സിലായിട്ടില്ല.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടുപേരോടും പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും നാളെ വരണം, നാളെ ഞാൻ നിങ്ങളോട് സംസാരിക്കാമെന്ന് പൊയ്ക്കോളൂ. രണ്ടുപേരും മദീനയിൽ തന്നെ തങ്ങി. പിറ്റേ ദിവസം നബിയുടെ മുമ്പിലേക്ക് വന്നപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ചെറുപ്പക്കാരെ, നിങ്ങൾക്കറിയുമോ നിങ്ങളുടെ ഭരണാധികാരി കിസ്റ ഇബ്നു ഹുർമുസ് തന്റെ മകൻ ഷീറവൈ ബിൻ കിസ്റയുടെ മകൻ ഷീറവൈ തന്റെ പിതാവിനെ വധിച്ചിരിക്കുന്നു. ഇന്ന ദമഹു സാഖിനുൻ ഫീ ഹൽഖിഹി. ആ രാജാവിന്റെ കഴുത്തിലെ ചോരയ്ക്കിപ്പോൾ ചൂടുണ്ട്, ചുവന്ന നിണമാണത്, ചൂടുള്ള നിണമാണത്, ചോരക്ക് ചൂടുണ്ട്. രാജാവിപ്പോൾ കിസ്റ എന്ന ഭരണാധികാരി ഇന്ന് മകന്റെ കയ്യാൽ വധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു പരിശുദ്ധ റസൂലുള്ളാഹ്. ഇവർ പറഞ്ഞു, മുഹമ്മദ് എന്നവരെ, നിങ്ങൾ സൂക്ഷിച്ച് സംസാരിക്കണം. ഞങ്ങളുടെ ഭരണാധികാരി കിസ്റ വധിക്കപ്പെട്ടുവെന്നാണോ പറയുന്നത്? ഇത് ഞങ്ങൾക്ക് എഴുതി വെക്കാൻ പറ്റുമോ? ആധികാരികമായി പറയുകയാണോ എന്ന് പറഞ്ഞു. തീർച്ചയായും എഴുതി വെച്ചോളൂ. ഇത് കേട്ടപ്പോ രണ്ടുപേരും ഓടി, യമനിലേക്ക് ഓടിച്ചെന്നു. അവരുടെ ഗവർണർ അവരെ പറഞ്ഞയച്ച ആൾ ബാദാനിനോട് പറഞ്ഞു, ബാദാൻ, മുഹമ്മദ് നബി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവർ പറഞ്ഞു, കിസ്റ ഇബ്നു ഹുർമുസ് വധിക്കപ്പെട്ടു എന്ന്. വല്ല വിവരവുമുണ്ടോ? ഞാൻ അറിഞ്ഞിട്ടില്ല. കാരണം ഇറാനിൽ നിന്ന് കത്ത് വരണം യമനിലേക്ക്, സമയമെടുക്കും. ലൈവ് ടെലികാസ്റ്റിംഗ് നിബിധങ്ങൾ ചെയ്ത് തത്സമയ പ്രക്ഷേപണം. ഇപ്പോഴിതാ കിസ്റയുടെ കഴുത്തിലെ ചോരയ്ക്കിപ്പോ ചൂടുണ്ട്, വധിക്കപ്പെട്ടിരിക്കുകയാണ് ഇപ്പോ. ഹാദിഹി സ്സാഅ, ഈ നേരത്ത് എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന ദീനി ഹാദാ സയബ്ലുഗു മുൽക കിസ്റ, കിസ്റയുടെ അധികാരമുള്ളിടത്തേക്കും വയബ്ലുഗു വയൻതഹി ഇലാ മുൻതഹൽ ഖുഫി വൽ ഹാഫിർ, കുളമ്പുകൾ അവസാനിക്കുന്നിടത്തേക്ക് വരെ എന്റെ ദീൻ കടന്നു പോകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തോ ഒരു ആത്മവിശ്വാസത്തോടുകൂടെയാ പറഞ്ഞത്. കിസ്റയുടെ അനുയായികളിൽ പട്ടാളക്കാരിൽ രണ്ടുപേർ നബിയെ പിടിക്കാൻ വന്നപ്പോഴാണ് നബി തങ്ങൾ പറയുന്നത്. കിസ്റയുടെ മുമ്പിലേക്ക് കൈയും കാലും കെട്ടിവെച്ച് പിടിച്ചുകൊണ്ടുവരാൻ പറഞ്ഞേക്കപ്പെട്ട രണ്ട് ചെറുപ്പക്കാർ ബാദാനിനോട് യമനിൽ ചെന്ന് ചോദിച്ചു, ബാദാൻ, കിസ്റ ഇബ്നു ഹുർമുസ് കൊല ചെയ്യപ്പെട്ടു എന്ന വിവരം നിങ്ങൾ അറിഞ്ഞോ? ഞാൻ അറിഞ്ഞിട്ടില്ല. ആര് പറഞ്ഞു? മദീനയിൽ കിടക്കുന്ന മുഹമ്മദ് നബി തങ്ങളാണ് പറഞ്ഞത്. ബാദാൻ പറഞ്ഞു, നമുക്കൊരു മെസ്സേജ് വരട്ടെ, ഒരു ദൂതൻ ഇങ്ങോട്ട് നടന്നു വരേണ്ട സമയമെടുക്കും, അയാൾ വന്നിട്ട് നോക്കാം. ആ പറഞ്ഞത് കൃത്യമായ സമയത്താണെങ്കിൽ ഹുവ നബിയ്യുൻ മുർസലുൻ, അല്ലാഹു നിയോഗിച്ച പ്രവാചകർ തന്നെയായിരിക്കും. നമുക്ക് നോക്കാം. അങ്ങനെയാണ് 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഒരാൾ ഇറാനിൽ നിന്ന് ഷീറവൈ ബിൻ കിസ്റയുടെ മകൻ ഷീറവൈ ഒരു കത്തുമായി കൊടുത്തയച്ച ഒരാളെ. ആ കത്തിലുണ്ട്, ഇനി മുതൽ ഞാനാണ് ഭരണാധികാരി, എന്റെ പിതാവ് മരിച്ചിരിക്കുന്നു എന്ന്. എപ്പോഴാ മരിച്ചത് എന്ന സമയം നോക്കുമ്പോ ഈ 2 ദൂതന്മാർ മദീനയിലേക്ക് പോയ കാലഘട്ടം നോക്കുമ്പോ, സമയം നോക്കുമ്പോ, മാസം നോക്കുമ്പോ, ആഴ്ച നോക്കിയപ്പോൾ എപ്പോഴാണോ മുത്തുനബി ഈ സമയം കിസ്റ വധിക്കപ്പെട്ടു എന്ന് പറഞ്ഞത്, ആ സമയത്ത് കൃത്യമാണ്, ആ സമയം കൃത്യമാണ് കിസ്റ വധിക്കപ്പെടുന്നത്. അപ്പോഴാണ് ബാദാൻ പറഞ്ഞത്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. യമനിൽ വെച്ച് നബിയെ കാണാതെ സ്വഹാബിയായില്ലെന്നാണ് അഭിപ്രായം. യമനിൽ വെച്ച് ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിമാവുകയായിരുന്നു. ഇഖ്ബാറുഹു അനിൽ മഗീബാത്ത്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ മനോഹരമായി അദൃശ്യമായ കാര്യങ്ങൾ അള്ളാഹു നൽകുന്ന ഇൽമിന്റെ വെളിച്ചത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ന ദീനി ഹാദാ സയബ്ലുഗു മുൽക കിസ്റ, കിസ്റയുടെ അധികാരമുള്ളിടത്തേക്കും വയബ്ലുഗു വയൻതഹി ഇലാ മുൻതഹൽ ഖുഫി വൽ ഹാഫിർ, കുളമ്പുകൾ അവസാനിക്കുന്നിടത്തേക്ക് വരെ എന്റെ ദീൻ കടന്നു പോകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തോ ഒരു ആത്മവിശ്വാസത്തോടുകൂടെയാ പറഞ്ഞത്. റഹ്മറാഹിമേ, മുഅ്ജിസത്തുകളും മാനുഷികമായ കഴിവുകളും എന്റെ ഹബീബിന് നീ കൊടുത്തത് ഞങ്ങളുടെ ഈമാൻ വർദ്ധിക്കുവാനാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴും പഠിക്കുമ്പോഴും ഞങ്ങളുടെ ഈമാൻ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ആ ഹബീബ് വലിയൊരു മഹാനായിരുന്നുവെന്നും കേവലം ഒരു സാധാരണക്കാരന്റെ ലെവലിലല്ലെന്നും
പരിശുദ്ധവും പരിപാവനവുമായ ഒരു സ്ഥാനം അലങ്കരിച്ചവരാ നിന്റെ ഹബീബായ നബി തങ്ങളൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവാൻ ഇത് തന്നെ ധാരാളമാണ് റബ്ബേ. അല്ലാഹുവേ, അവിടുത്തെ പരിശുദ്ധമായ മഖാം മനസ്സിലാക്കി അവിടത്തോടുള്ള അദബ് പാലിച്ചുകൊണ്ട് അവിടുത്തെ ഇഹ്തിറാം ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് താ തമ്പുരാനെ. അവിടത്തോട് സ്വലാത്ത് ചൊല്ലുന്നവരാക്കണേ റബ്ബേ. അല്ലാഹുമ്മ ജഅൽനാ മിനൽ മുസല്ലീന അലൈഹി വമുസല്ലിമീന ലഹ്. നബി തങ്ങൾക്ക് വേണ്ടി സ്വലാത്തും സലാമും ചൊല്ലുന്നവരായി ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണേ റബ്ബേ. അല്ലാഹു, ഞങ്ങളുടെ നാവുകളെ കൊണ്ട് നല്ലത് പറയിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ നാവുകളെ കൊണ്ട് നുണയോ അസഭ്യങ്ങളോ മോശപ്പെട്ടതോ പറയപ്പെടാതെ നീ കാക്കണേ റബ്ബേ. അവിടത്തോടുള്ള മാനസികമായൊരു ബന്ധം ഞങ്ങൾക്ക് നീ നൽകണേ തമ്പുരാനെ. അവിടുത്തെ തിരുനോട്ടം ലഭിക്കുന്നവരിൽ പെടുത്തണേ റബ്ബേ. നിന്റെ ഹബീബിന് ഞങ്ങളുടെ അമാലുകൾ നീ കാണിച്ചു കൊടുക്കുന്നുണ്ടല്ലോ, അവിടത്തേക്ക് റബ്ബേ സ്വാലിഹായ അമാലുകൾ കാണിക്കുമ്പോൾ അവർ അല്ലാഹുവേ നിന്നെ സ്തുതിക്കുകയും തിന്മകൾ കാണിക്കപ്പെടുമ്പോൾ ഇസ്തിഗ്ഫാർ ചെയ്യുകയും ചെയ്യുന്നുവെന്ന് പറഞ്ഞുവല്ലോ. അല്ലാഹു, ഞങ്ങളുടെ ഹബീബിന്റെ ദറജയെ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. اللهم جاز نبينا خير ما يجزى نبي عن امته. ഞങ്ങളുടെ നബിതങ്ങൾക്ക് ഞങ്ങൾക്ക് പകരമായി ഏറ്റവും ഖൈറായത് ഏതും ഒരു ഉമ്മത്തിന് പകരമായി ആ നബിക്ക് കൊടുക്കുന്നതിനേക്കാളും ഖൈർ ഞങ്ങൾക്ക് പകരം ഞങ്ങളുടെ നബിക്ക് നീ കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, നീ ഇഷ്ടപ്പെട്ടവരാ നിന്റെ ഹബീബ്. ഞങ്ങൾ ആർക്കും അവിടുത്തെ പരിപൂർണമായ രീതിയിൽ ഹബീബായി തങ്ങളെ മനസ്സിലാക്കാനായിട്ടില്ല റബ്ബേ. فإنه خير خلق الله كلهم. പക്ഷേ ഞങ്ങൾ അവിടത്തോട് ബഹുമാനമുള്ളവരാ റബ്ബേ. ഹബീബായ നബി തങ്ങളുടെ സ്ഥാനം ഉയർന്നു കാണിക്കുന്നവരാ. അവർ നീ ബഹുമാനിച്ചവരാണ്, നീ ആദരിച്ചവരാണ്, നിന്റെ അംബിയായിലെ ശ്രേഷ്ഠരാണ്, നിനക്ക് പുണ്യമായവരാണ് റബ്ബേ. അവ്വലു മൻ തൻഷഖു അൻഹുൽ അർള്. ഭൂമിയിൽ നിന്ന് ആദ്യമായി എഴുന്നേൽക്കുന്നത് ഞങ്ങളുടെ ഹബീബാൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവ്വലു ശാഫിഇൻ വമുശഫഅ. ആദ്യമായി ശുപാർശ ചെയ്യുന്നതും ശുപാർശ സ്വീകരിക്കപ്പെടുന്നതും അവരുടേതാണ്. അവ്വലു മൻ യുഫ്തഹു ലഹു ബാബുൽ ജന്ന. സ്വർഗ്ഗത്തിന്റെ വാതിൽ തുറക്കപ്പെടുന്നത് ആദ്യമായി അവർക്ക് വേണ്ടിയാണ്. വഫീ യദൈഹി ലിവാഉൽ ഹംദ്. അവരുടെ കയ്യിലാണ് ലിവാഉൽ ഹംദ് നീ കൊടുക്കുന്നത്. വലഹുൽ കൗസർ. ഹബീബിനാണ് അല്ലാഹുവേ നീ കൗസർ കൊടുത്തത് അവിടുത്തെ കൈകൊണ്ട്. അല്ലാഹുമ്മ ർസുഖനാ ശർബതൻ ലാ നദ്മഉ ബഅദഹാ അബദാ. അല്ലാഹുവേ, ഞങ്ങൾക്കത് കുടിക്കാനുള്ള ഭാഗ്യം തരണേ തമ്പുരാനെ. ഞങ്ങൾക്ക് ഇന്നു മുതൽ പുതിയ ജീവിതം താ റബ്ബേ. എന്നെ പേടിച്ച് നിനക്ക് വേണ്ടി ജീവിക്കുന്ന ജീവിതമാക്കി താ റബ്ബേ. ബിജാഹി സയ്യിദുൽ കൗനൈനി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബിഫദ്ലി സ്വല്ലല്ലാഹു على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. جزاكم الله خيرا. നിങ്ങളുടെ ദുആയിലേക്ക് ഉൾപ്പെടുത്തണേ എന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.